അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാബാദ്. ബഹുമാനപ്പെട്ട അധ്യാപകരെ, സ്നേഹം നിറഞ്ഞ സഹപാഠി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ഇസ്ലാം നിശ്ചയമായും മതം അത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഇസ്ലാമാകുന്നു. കോടാനുകോടി ജീവികൾ വസിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു എത്ര പരിശുദ്ധനാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും നാം സദാ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മനുഷ്യവർഗത്തിന് മറ്റുള്ള ജീവികളെക്കാൾ പ്രത്യേകത നൽകിയത് അവന് ബുദ്ധിയും വിവേകവും ഉണ്ട് എന്നുള്ളതാണ്. വലഖദ് കറംനാ ബനി ആദം, മനുഷ്യ സമുദായത്തെ അള്ളാഹു ബഹുമാനിച്ചിരിക്കുന്നു. അതോടൊപ്പം മനുഷ്യ സമൂഹത്തിന് ഒന്നാകെ മാർഗദർശനമായി ഖുർആൻ അവതീർണമായി. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് എപ്പോഴും നന്ദി കാണിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അതിനാൽ ആരാധനകളും അനുഷ്ഠാനങ്ങളും അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളും നാം ജീവിതത്തിൽ പാലിക്കുക. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയായ സുന്നത്ത് നാം മുറുകെ പിടിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നത് നാം സ്വീകരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചത് നാം വെടിയുക എന്നുള്ളതാണ്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് എപ്പോഴും നന്ദി കാണിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. കേവലം വെറും ആരാധനയാലോ അള്ളാഹുവിൻ്റെ വെറും ഇബാദത്തുകൾ കൊണ്ട് മാത്രം കഴിഞ്ഞുകൂടാൻ ഇസ്ലാം നമ്മെ കൽപ്പിക്കുന്നില്ല. മറിച്ച് ഒരു മുസ്ലിം എന്ന നിലക്ക് നാം ജീവിക്കുന്ന സമൂഹത്തിൽ തങ്ങളുടെ വീട്ടുകാരോട്, ബന്ധുക്കളോട്, അയൽക്കാരോട്, കൂട്ടുകാരോട് എല്ലാം തന്നെ ചില കടമകൾ ഉണ്ട് എന്ന് വളരെ ഭംഗിയായി തന്നെ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. ഇസ്ലാം കാരുണ്യത്തിന്റെ മതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയൽവാസി പട്ടിണി എടുക്കുമ്പോൾ വയർ നിറച്ചുണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല.